Hey, what's up guys? Welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല 5 വെബ് സീരീസുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കണ്ട 5 വെബ് സീരീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെബ് സീരീസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ വെബ് സീരീസുകൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറർ, ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, മിസ്റ്ററി, പിന്നെ ലാസ്റ്റ് ഒരു ചെറിയ ബോണസ് പോലെ ഒരു കോമഡി വെബ് സീരീസുമാണ് ഇന്ന് പറയുന്നത്. ഇത് 2023 ഇസ്രോയിൽ ദ വെർട്ടെക്സ് എന്ന് പറയുന്ന വെബ് സീരീസ് ഇറങ്ങിയത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വെബ് സീരീസ് ആണ്. പുഷ്കർ ആൻഡ് ഗായത്രി ആണ് ഇത് എഴുതിയിരിക്കുന്നത്. പുഷ്കർ ആൻഡ് ഗായത്രി എന്ന് പറയുമ്പോൾ വിക്രം വേദയുടെയൊക്കെ ഡയറക്ടേഴ്സ് ആണ് ഇതിന്റെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ കഥയിൽ പറയുന്നത്. കുട്ടി എങ്ങനെ മിസ്സായി, പിന്നെ അതിന് പിന്നിൽ ഇവിടെ തന്നെ ഈ ഗ്രാമത്തിൽ തന്നെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഒരു ടെമ്പിൾ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇത് രണ്ടുമായിട്ട് മിക്സ് ചെയ്താണ് ഈ കഥ പോകുന്നത്. ഈ ടെമ്പിൾ ഫെസ്റ്റിവലും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ടെമ്പിൾ ഫെസ്റ്റിവലും അതിന്റെ അതേപോലെ തന്നെയാണ്, അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇത് പോകുന്നത്. രണ്ടും നമുക്ക് പല സമയങ്ങളിൽ കണക്ട് ആവുന്നതായിട്ടുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. വളരെയധികം നല്ല രീതിയിലാണ് ഈ വെബ് സീരീസ് എടുത്തിരിക്കുന്നത്. കാണുമ്പോൾ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ളതും പിന്നെ അല്ലാതെ കുറെ സോഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ സംസാരിച്ചു പോകുന്നുണ്ട്. മെയിനായിട്ട് ചൈൽഡ് അബ്യൂസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ മെയിനായിട്ട് സംസാരിച്ചു പോകുന്ന കുറച്ച് പാർട്ടുകളാണ്. ഈ പെൺകുട്ടി എങ്ങനെ മിസ്സായി, ഈ പെൺകുട്ടി എവിടെ വെച്ച് മിസ്സായി, ഈ പെൺകുട്ടിക്ക് എന്ത് പറ്റി, പിന്നെ ആ കുട്ടിക്ക് എങ്ങനെയാണ് ആ കുട്ടി മിസ്സായതെന്നുള്ളതിനൊക്കെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിലേക്ക് എത്തുന്നതാണ് ഈ കഥയുടെ ഒരു മെയിനായിട്ടുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. 40 to 50 മിനിറ്റ് വരുന്ന 8 എപ്പിസോഡുകൾ മാത്രമാണ് ഈ വെബ് സീരീസ് ഉള്ളത്. അപ്പം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ ഇറ്റ്സ് വർത്താണ്. കാരണം എല്ലാം കൊണ്ടും ആ ഒരു ഞാൻ പറഞ്ഞ ടെമ്പിൾ ഫെസ്റ്റ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് അതിന്റെ വിഷ്വൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ പെർസ്പെക്റ്റീവ്, പല ആൾക്കാരുടെ പല പെർസ്പെക്റ്റീവുകളും ഒരു സമയത്ത് ഇങ്ങനെ ആയിരിക്കും, പക്ഷെ അത് വേറെ പെർസ്പെക്റ്റീവിൽ നിന്ന് വേറെ രീതിയിലാണ് കാണിക്കുന്നതെന്നൊക്കെ കാണിച്ച് പടത്തിന്റെ ത്രില്ലിങ്ങും എൻഗേജിംഗ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അടുത്തായി പറയാൻ പോകുന്നത് 2022 ഇറങ്ങിയ വെബ് സീരീസ് ആണ് വിലങ്ങ്. ഇത് C5 സ്ട്രീം ചെയ്യുന്നത്. ഇത് വളരെയധികം എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ്. ഒരു ചെറിയൊരു നാട്ടിൻ പ്രദേശത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ മർഡറുമായിട്ടാണ് കഥയുടെ ഒരു തീം എന്ന് പറയുന്നത്. ബാക്ക് ടു ബാക്ക് 1-2 തലയില്ലാത്ത ഡെഡ് ബോഡീസ് ആ ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നതും ആരാണ് ഇതിന്റെ കില്ലർ എന്ന് കണ്ടുപിടിക്കുന്നതാണ് വെബ് സീരീസിന്റെ ഒരു മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. പല സ്ഥലങ്ങളിലും വളരെയധികം സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് ഇതിൻ്റെത്. പിന്നെ ചില ട്വിസ്റ്റുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ വണ്ടറടിച്ചു പോകും. ചില സമയങ്ങളിൽ നമുക്ക് യശോ എന്ന് തോന്നിപ്പോകുന്ന കുറെ മൊമെന്റ്സുകളൊക്കെ ഇതിലുണ്ട്. അതുപോലെ ഇതിന്റെ കില്ലർ ആരാണെന്ന് തിരിച്ചറിയുന്ന മിനിറ്റിലൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, മസ്റ്റ് വാച്ച് ചെയ്യേണ്ടതാണ്. ഇത് 7 എപ്പിസോഡുകളുള്ള ഒരു ചെറിയ വെബ് സീരീസ് ആണ്. ഇതും നിങ്ങൾക്ക് കാണാൻ ടൈം ഉണ്ടെങ്കിൽ കാണുക, വർത്ത് വാച്ചിങ് ആണ്. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള 2023 ആമസോൺ പ്രൈമിൽ ഇറങ്ങിയ ദ വില്ലേജ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ്. 6 എപ്പിസോഡുകളുള്ള ഒരു ചെറിയൊരു വെബ് സീരീസ് ആണ്. ആര്യയാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. ആര്യയുടെ വൈഫും കുട്ടിയുമായിട്ട് ഒരു റോഡ് ട്രിപ്പ് പോകുന്നതും അവരൊരു കാട്ടിനകത്ത് വെച്ച് വണ്ടി പഞ്ചറായി പോകുന്നതും പിന്നെ നടക്കുന്നതായിട്ടുള്ള കുറച്ച് ഹൊററായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കഥയിൽ പറഞ്ഞു പോകുന്നത്. വളരെ ഇതിൽ മിസ്റ്ററി ഉണ്ട്, ഹൊററുണ്ട്, കുറച്ച് സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് പാസ്റ്റും പ്രസന്റും തമ്മിലുള്ള കഥ പറച്ചിലാണ്. പാസ്റ്റിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് ഈ കഥയിലേക്ക് എത്തുന്നത്. ഈ വില്ലേജ് ഭയങ്കര ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വില്ലേജാണ്. ആ വില്ലേജ് നടക്കുന്ന പല പ്രശ്നങ്ങളും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നും പിന്നെ ഈ ഹൊററായിട്ടുള്ള ഈ സിറ്റുവേഷനിൽ നിന്ന് തന്റെ വൈഫിനെയും കുട്ടിയെയും രക്ഷിക്കാൻ വേണ്ടി ആര്യ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ്, സാഹസികങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ടായിട്ട് പോകുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ പടം അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മ്യൂട്ടൻസ് പോലുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതേപോലെയാണ് ഇതിലും നമ്മളൊരു മ്യൂട്ടൻ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, മ്യൂട്ടനായി മാറിയ കുറച്ച് ആൾക്കാരും അവരിൽ നിന്ന് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെയാണ് സിനിമയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ടായിട്ട് പറയുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ടാണ് മൂവി പോകുന്നത്. നല്ല രീതിയിലാണ് ഇതിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ 2022 ഇറങ്ങിയ ആനിയാസ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന വെബ് സീരീസാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത്. നമ്മുടെ 4ാമത്തെ ആളെന്ന് പറയുന്നത്. ഇത് വന്നിട്ടൊരു ഹൊറർ പാരനോർമൽ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു വെബ് സീരീസാണ്. 2022 ഈ വെബ് സീരീസ് റിലീസാവുന്നത്. കുറച്ച് ബിറ്റ് ഓഫ് ഹൊറർ പാരനോർമൽ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. నా చెల్లి ఇంటికి రాకుండా ఉండడానికి ఎంత ఎక్స్ట్రీమ్ కి వెళ్తుందో అని భయంగా ఉంది. ഇതിൽ മെയിൻലി
അഭിനയിച്ചിരിക്കുന്ന ആക്ട്രസ് വളരെയധികം മനോഹരമായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു പെൺകുട്ടി ലോക്ക്ഡൌൺ ടൈമിൽ തന്റെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം വേറൊരു റൂമിലേക്ക് മാറുന്നതും പുള്ളിക്കാരി മാറുന്ന സമയത്ത് കോവിഡ് ലോക്ക്ഡൌൺ ആരംഭിക്കുകയും പിന്നെ ഒരു ഓൺലൈൻ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പുള്ളിക്കാരി ഉണ്ടാക്കുകയും അതിൽ റീച്ചസ് കിട്ടാൻ വേണ്ടിയും അതിലേക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയും പുള്ളിക്കാരി ഓരോ DIY വീഡിയോസ് ചെയ്യുന്നതും പിന്നെ ഇവരുടെ വ്യൂവേഴ്സ് എല്ലാം അതിലെന്തൊക്കെയോ പാരനോർമൽ ആക്ടിവിറ്റീസുകൾ പല വീഡിയോകളിലും കാണുന്നതായിട്ട് പറഞ്ഞ് അത് പുള്ളിക്കാരി യൂട്ടിലൈസ് ചെയ്ത് അത് വെച്ച് വീണ്ടും ഫെയിം കൂട്ടാൻ വേണ്ടി വീണ്ടും വീഡിയോസ് അങ്ങനത്തെ രീതിയിലുള്ള ഇച്ചിരി ഹൊററായിട്ടുള്ളതും കുറച്ച് പേടിപ്പിക്കുന്നതായിട്ടുള്ള വീഡിയോസ് എല്ലാം വീണ്ടും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ബട്ട് റിയാലിറ്റിയോട് അടുത്ത് വരുമ്പോഴത്തേക്ക് സംഭവങ്ങളെല്ലാം കുറച്ച് കുഴഞ്ഞു പരുവത്തിലായി മാറുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് തെലുങ്ക് ലാംഗ്വേജിലാണ് ഇത് ഇറങ്ങിയത്. ഇതിന്റെ തമിഴ് വെർഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളെ ലിസ്റ്റിലുള്ള 5ാമത്തെ വെബ് സീരീസ് സ്റ്റോറി ഓഫ് തിങ്സ് എന്ന് പറയുന്ന ഒരു ലിറ്റിൽ ബിറ്റ് ഹൊറർ, ലിറ്റിൽ ബിറ്റ് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതൊരു ആന്തോളജിയാണ്, ഒരു തമിഴ് ആന്തോളജിയാണ്. ഇതിൽ 5 സ്റ്റോറീസ് ആണ് പറഞ്ഞു പോകുന്നത്. ഈ സ്ലോ പേസ് ആന്തോളജീസും സ്ലോ പേസ് മൂവീസ് ഒക്കെ കാണാൻ ഇച്ചിരി മടിയുള്ളവരാണെങ്കിൽ ഇതിന്റെ 5ാമത്തെ എപ്പിസോഡ് കുറച്ചുകൂടെ എൻഗേജിംഗ് ആണ്. അതുകൊണ്ട് കണ്ടു തുടങ്ങുന്നത് ഭയങ്കര നന്നായിരിക്കും. 5 കഥകൾ തമ്മിൽ ഒരു കണക്ഷൻസും ഇല്ല. നമ്മൾ തമിഴിൽ ഇറങ്ങിയിട്ടുള്ള യാവരും നിലം, ഈറം എന്നീ സിനിമകളിലുള്ള പോലത്തെ ഒരു കോൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ ഗോസ്റ്റിനെ കാണിക്കാതെ തിങ്സ് വെച്ചിട്ട്, അതായത് ഈറം സിനിമയിൽ വാട്ടറിനെ കാണിച്ചുകൊണ്ടും യാവരും നിലത്തിൽ TVക്കകത്തുനിന്നുള്ള ഒരു TV ആണ് അതിലൊരു പ്രേതമായിട്ട് കാണിക്കുന്നത്. അതേപോലെ ഇതിലും ഈ 5 വെബ് സീരീസിലും ഈ 5 ഷോർട്ട് സ്റ്റോറീസിലും 5 തിങ്സുകളാണ് ഹൊറർ. ഇതിന് ഹൊററായിട്ട് നമുക്ക് കറക്റ്റ്ലി ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു ഹൊറർ ടച്ച് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സംടൈംസ് നമുക്കൊന്ന് ടെൻഷൻ അടിപ്പിക്കാനും സംടൈംസ് നമ്മളൊന്ന് ചിന്തിപ്പിക്കാനൊക്കെ തോന്നുന്ന ഒരു തരത്തിലുള്ള മേക്കിംഗ് ആണ് ഇതിന് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കാര്യങ്ങൾ, വെയിറ്റ്, എയർ കണ്ടീഷൻ, വെയിറ്റ് നോക്കുന്ന വെയിറ്റ് മെഷീന്, അങ്ങനെ കുഞ്ഞു 5 തിങ്സുകൾ ഉണ്ടാക്കുന്ന, അതായത് ഒരു നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കുഞ്ഞു സാധനങ്ങളിൽ നിന്ന് ഒരു സംതിങ് കൈൻഡ് ഓഫ് ഒരു ഹൊറർ ടച്ച് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ഓക്കെ ആവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടമുള്ള ആൾക്കാർ, അതായത് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മൂവീസ് കാണുന്നവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. സോണി ലൈവിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. 2023 റിലീസ് ആയതാണ് ഈ വെബ് സീരീസ്. ഇൻട്രൊഡ്യൂസിംഗ് എന്ന് പറയുമ്പോൾ ഒരു റിവ്യൂ ടൈപ്പ് ആയിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന വെബ് സീരീസ് ഉണ്ട്, ഇന്ന വെബ് സീരീസ് കാണണം, ഇന്നതാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. കാരണം ഇരുന്ന് റിവ്യൂ പറയാൻ നോക്കി കഴിഞ്ഞാൽ 5ന്റെ റിവ്യൂ പറയുമ്പോഴത്തേക്ക് നിങ്ങളും കാണൂല, എനിക്കും തളർന്നു. ഇപ്പം തന്നെ ഇത്രയും പറഞ്ഞപ്പോഴേ ഞാൻ തളർന്നു. ത്രില്ലർ ആയിട്ടുള്ളതും മിസ്റ്ററി ആയിട്ടുള്ളതും ഹൊറർ ആയിട്ടുള്ളതും ഫാന്റസി ആയിട്ടുള്ള വെബ് സീരീസുകളും സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ കാണുന്ന കുറച്ച് സാധനങ്ങൾ. വളരെ ഒത്തിരി ഒന്നും കാണത്തില്ല, കാണുന്നതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇൻ കേസ് ഇത് ചില ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു വെബ് സീരീസ് ഉണ്ടെന്ന്, ചില ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ആൾക്കാർക്കും ചിലപ്പോൾ അറിയായിരിക്കും. എന്നാലും അറിയാത്ത ആൾക്കാരിലേക്കാണ് ഞാനിത് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ബോണസ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കുകളെല്ലാം മറന്നു വയ്ക്കുക. 2020 ആമസോൺ പ്രൈമിൽ ഇറങ്ങി ടൈം എന്ന ബോസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. ഇതൊരു സയൻസ് ഫിക്ഷൻ സിറ്റ് കോമഡിയാണ്. ഒരു ഭയങ്കര ഇച്ചിരി ഫണ്ണി ആയിട്ടുള്ള, ഇത് സിറ്റ് കോമുകൾ കാണുന്ന ആൾക്കാർക്ക് അറിയാം. അതിന്റെ മേക്കിംഗ് സ്റ്റൈലും അതിന്റെ രീതിയെല്ലാം അതേപോലെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അപ്പാർട്ട്മെന്റിലേക്ക് പുതിയതായിട്ട് താമസിക്കാൻ വരുന്ന ഒരാള് അയാളുടെ അപ്പാർട്ട്മെന്റിലെ ബാത്റൂമിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് പല കാലഘട്ടത്തിലുള്ള ഒരു 4 ആൾക്കാർ വരുന്നതാണ് കഥയുടെ പ്ലോട്ട്. പല കാലഘട്ടത്തിൽ നിന്ന് വരുന്ന ഈ 4 ആൾക്കാരും പുള്ളിയും കൂടെ നടത്തുന്ന ഒരു ജേണിയാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. വളരെയധികം ഫണ്ണായിട്ടുള്ള ഒരു വെബ് സീരീസാണിത്. കൂടുതൽ ആൾക്കാരും ഞാൻ ഈ വെബ് സീരീസ് കാണുന്നതെന്ന് പറയുമ്പോൾ 2022 ഞാൻ ഈ വെബ് സീരീസ് കാണുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ആക്സിഡന്റലി കണ്ടതാണ്. പക്ഷെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയാണ് ഈ വെബ് സീരീസ് ഞാൻ മൊത്തം കണ്ടെടുത്തത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നല്ല ഫണ്ണായിട്ടുമാണ് ഇതിന്റെ മേക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കോമഡി കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര വൈബിലാണ് ഇത് പോകുന്നത്. റിലാക്സ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞ് വെബ് സീരീസ് ആണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വെബ് സീരീസുകൾ. കണ്ടിട്ടുള്ളവർ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏത് വെബ് സീരീസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. കാണാത്തവർ കണ്ടുപോകുക. എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയക്കുക, ഫാമിലിക്ക് അയക്കുക, എല്ലാവർക്കും വാരിക്കൂട്ടി അയക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, അല്ലെങ്കിൽ പുതിയൊരു വെബ് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.